ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇതേപോലുള്ള റെയിനി സീസൺ ടൈപ്പിലുള്ള ഈ റീല് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്യാപ് കട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം റോ ക്ലിപ്സ് ആൻഡ് സോങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ക്ലിപ്സിൽ ഫുള്ളായിട്ട് ജസ്റ്റ് സ്പീഡിൽ കർവിൽ പോയതിനു ശേഷം കസ്റ്റം കർവ് ആഡ് ചെയ്യണം. അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കർവ് ഇതേപോലെ ആഡ് ചെയ്തതിനു ശേഷം സ്മൂത്ത് സ്ലോമോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ എല്ലാ ക്ലിപ്സിലും നമ്മൾ ചെയ്തെടുക്കണം. ഗൈസ്, അപ്പോൾ നമ്മളിത് എല്ലാ ക്ലിപ്പിലും ഒരു കസ്റ്റം കർവ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ലാസ്റ്റിൽ ആ ഒരു ക്ലിപ്പിൽ വന്നതിന് ശേഷം ആനിമേഷനിൽ ഔട്ടിൽ പോയതിനു ശേഷം ജസ്റ്റ് ഫെയ്ഡ് ഔട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ എഫക്റ്റിൽ പോയതിനു ശേഷം ജസ്റ്റ് വീഡിയോ എഫക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോർമലായിട്ടുള്ള ഒരു ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ജസ്റ്റ് ആ ബ്ലർ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബ്ലറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാണ്ട് ഫസ്റ്റ് ആൻഡ് സെൻറ്റർ ആൻഡ് ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റുള്ള കീ ഫ്രെയിമിൽ ലെങ്ത്ത് 0 ആക്കി കുറച്ചെടുക്കുക. ആ സെൻറ്ററിലുള്ള ഒരു കീ ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ ഏകദേശം ലെങ്ത്ത് 25 മുതൽ 27 വരെ ആക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ആ ഒരു ബ്ലറിൻ്റെ ഒരു ഫസ്റ്റ് ഏരിയ ഏകദേശം നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റേത് ഏകദേശം ഇതേപോലെ ആയിട്ടുള്ള വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡിന് മാത്രമായിട്ടാണ്. അത് ഏകദേശം ആ ഒരു ബ്ലറിൻ്റെ ആ ഒരു ലെങ്ത്തിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അതായത് നമ്മൾ ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് iPhone 16 അപ്പോൾ ജസ്റ്റ് നമ്മളവിടെ ഷൂട്ട് ഓൺ iPhone 16 എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾ ഏകദേശം ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്തത് ഇതേപോലെ എഴുതി കൊടുക്കുക. ശേഷം നമ്മളതിൻ്റെ ഒരു കളർ ആൻഡ് ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലറിൻ്റെ ഒരു ഏരിയ വരെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അത് നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് ആ ഒരു ബ്ലറിൻ്റെ അതേ ലെങ്ത്തിൽ ജസ്റ്റ് ഒരു ആനിമേഷൻ ഫസ്റ്റിലും എൻഡിങ്ങിലും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആനിമേഷൻ ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആനിമേഷൻസ് എന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ഇൻ ആൻഡ് ഔട്ട് കാണാനായിട്ട് പറ്റും. ഇന്നിൽ വന്നിട്ട് ഞാൻ ഫെയ്ഡ് ഔട്ടാണ്, അതിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. ഔട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ ഒരു ഫെയ്ഡ് ഔട്ട് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു ബ്ലറിനനുസരിച്ച് ടെക്സ്റ്റ് സെറ്റായി വരും. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ഓപ്ഷണൽ ആയതിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇതിൻ്റെ കളർ ആൻഡ് ഫോണ്ടും ആനിമേഷനിലുള്ള ഈ ഒരു സൂമിങ്ങും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ ക്ലിപ്പിലും ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെറിയ സൂമിങ് എല്ലാ ക്ലിപ്പിലും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആൻഡ് എൻഡിങ്ങിൽ കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഫസ്റ്റിൽ വന്നിട്ട് നോർമൽ, എൻഡിങ്ങിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് സൂം ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ എല്ലാത്തിലും ഒന്ന് ചെയ്ത് കൊടുക്കുക, എല്ലാ ക്ലിപ്പിലും. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു സൂമിന് ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാ ക്ലിപ്പിലും. നെക്സ്റ്റ് നമ്മളിതിൽ ഒരു ട്രാൻസിഷനാണ് ആഡ് ചെയ്യുന്നത്. അതിനായിട്ട്
നെക്സ്റ്റ് വീഡിയോ ക്ലിപ്സിൻ്റെ സെൻട്രലായിട്ട് കാണാനായിട്ട് പറ്റും ട്രാൻസിഷൻ ആഡ് ചെയ്യുന്ന ഒരു സ്പേസ്. അതിൽ നമ്മൾ ബ്ലറാണ് ആഡ് ചെയ്യുന്നത്, ഒരു നോർമൽ ബ്ലറ്. ഓക്കെ, ബ്ലറിൽ വന്നതിന് ശേഷം ഒരു നോർമൽ ബ്ലറ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിന് നിങ്ങളൊരു വീഡിയോ ക്ലിപ്പിനനുസരിച്ച് സ്പീഡിനനുസരിച്ചിട്ടാണ് ഈ ഒരു ബ്ലറിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു അളവ് ഈ ഒരു ലെവലിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം ഈ ഒരു ബ്ലർ എല്ലാ ക്ലിപ്പിലും എത്തിക്കണം. അതിനായിട്ട് അവിടെ അപ്ലൈ ടു ആൾ കാണാനായിട്ട് പറ്റും, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ക്ലിപ്പിലും ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഒരു സൂമിൻ ആൻഡ് ബ്ലർ വന്നിട്ട് വീഡിയോ വേറെ ലെവൽ തന്നെ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് തന്നെ ഈ ഒരു വീഡിയോയിൽ ഓവർലേസ് ആൻഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് 2, അതായത് ഈ ഒരു വീഡിയോൻ്റെ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.